എല്ലാവർക്കും റമദാൻ കരീം. നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി സൈൻലാബാന്റെ ചോക്കോ ബോംബ് ഉണ്ടാക്കിയാലോ. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് പിസ്താഷ്യൂന്റെ സ്പ്രെഡും പിന്നെ പിസ്താഷ്യൂ കുനാഫ സ്പ്രെഡും രണ്ടും വേറെ വേറെയാണ്. ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിൽ ക്ലിംഗ് റാപ്പ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഈ പിസ്താഷ്യൂ കുനാഫന്റെ സ്പ്രെഡ് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ. തന്നെ ഉണ്ടാക്കിയ ചീസ് ക്രീമാണ്. അപ്പൊ ഈ ചീസ് ക്രീം ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് നമ്മൾ പിസ്താഷ്യൂന്റെ ആ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടില്ല, അതിന്റെ സെന്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ബോൾ ഷേപ്പിലാണ് വരേണ്ടത്. അപ്പം അതിന്റെ സെന്ററിലുള്ള ഫില്ലിങ് കുറച്ചധികം വെച്ച് കൊടുക്കാം. പിന്നെ ചീസ് ക്രീമിന്റെ ആ ഒരു ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് അത് ഓവർ വെക്കുന്നതിൽ വലിയ താല്പര്യമില്ല. അതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മള് കുനാഫ പിസ്താഷ്യൂന്റെ സ്പ്രെഡ് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ കുറച്ച് അധിക ടൈം തന്നെ വെക്കണം. നമുക്ക് പിന്നെ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിക്കാനുള്ള ഒരു ത്വരയായിരുന്നു. ഇങ്ങനെ ഡിമോൾഡ് ചെയ്ത് എടുത്തതിനാല് ഒരു ബോള് പോലെ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ മേലെയുള്ള ക്ലിംഗ് റാപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഒരു ഐറ്റം മൊത്തത്തിൽ ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്യണം. അപ്പൊ നമ്മള് 100ന്റെ ഡയറി മിൽക്കിന്റെ പാക്കറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങള് പ്ലേറ്റിൽ ഇങ്ങനെ പാല് പോലെ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, കുറച്ച് അധിക ടൈം തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുത്തതാണ്. ചീസ് കേക്ക് അങ്ങനെ മെൽട്ടായി വന്നത്. ചീസ് കേക്ക് ഒന്നും കൂടിയും സെറ്റ് ആവണമെങ്കിൽ കുറച്ച് അധിക ടൈം തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ അതിൽ ക്ഷമ ഉണ്ടായിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു ചോക്ലേറ്റ് കവർ ചെയ്തെടുത്തു. പിന്നെ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം പിസ്താഷ്യൂ സ്പ്രെഡ് മേലെ ഇട്ട് കൊടുത്തു. പിന്നെ പിസ്താഷ്യൂ സ്പ്രെഡും പിസ്താഷ്യൂ കുനാഫ സ്പ്രെഡും വേറെ വേറെയാണ്, ഞാൻ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാരും അറഞ്ചം പുറഞ്ചം എടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇത്. ഈ ഒരു സ്പ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ.